എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശയോക്തിയുള്ള ഒന്നേ അല്ല. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും ഗുരുതരമായ വാദമാണിത്. പടച്ചവൻ തന്നെയാണ് എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഈ അടുത്തൊരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ പറഞ്ഞു. ആ സംസാരം ആദ്യം കേൾക്കാം. ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ കനന്നു പോകും. ഈ ഒരു സംസാരം സമസ്തയിലെ പല ആളുകളും വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് സംഗതി കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇത്തരം ആളുകൾ ഈ ഒരു വീഡിയോയെ ഏറ്റുപിടിച്ചിട്ട് പല സംസാരങ്ങളും സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആശ്ചര്യമുണ്ടോ? സമസ്തയുടെ ഓരോ വിശ്വാസങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഇതിനെ ഏറ്റുപിടിച്ച് അൻസാരി സുഹരി, നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും അൻസാരി സുഹരി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മൊത്തത്തിൽ ഇസ്ലാമികമായി പല വിഷയങ്ങളിലും കൈകാര്യം ചെയ്യുന്ന, വീഡിയോ ചെയ്യുന്ന, ചില രംഗത്തെങ്കിലും ചില സ്ഖലിതങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നെങ്കിലും ഇസ്ലാമിക വിമർശനങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് ചില സ്നേഹബന്ധങ്ങളുണ്ട് എന്നതിനപ്പുറം ഇതദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പലപ്പോഴായി പറയാറുള്ള നീതിബോധവും സത്യവും ധർമ്മവും ഒന്നും ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നത് 100% ഉറപ്പാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി അവർകൾ ഈ പറഞ്ഞ പ്രസ്താവനയെ ഗണ്ണിക്കാൻ വേണ്ടി ഇദ്ദേഹം കൊണ്ടുവന്ന വാചകങ്ങൾ എന്താണ്? പഴകിപ്പുളിച്ച ചില ആൾക്കാർ കട്ടുമുറിച്ച ക്ലിപ്പുകൾ, അതിന് മറുപടി പറഞ്ഞതുമാണ്. ഈ ഉള്ളവൻ പോലും ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ട് അൻസാരി സുഹരി വന്നിട്ട് വീണ്ടും പഴകിപ്പുളിച്ച സാധനത്തെ എടുത്ത് ആളുകൾക്ക് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. എന്താണെന്നറിയണ്ടേ? അത് അൻസാരി പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശയോക്തിയുള്ള ഒന്നേ അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ, അസഹിഷ്ണുതയുടെ ഇസ്ലാമാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങളൊന്നാണ് സമസ്തക്കാർ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ധരിക്കണം. ആ പ്രഭാഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാറുകാരാണ്. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത പഴകിപ്പുളിച്ച ആരോപണം മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ ഉടുമുണ്ടൊരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നു. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോട് എസ്ഐനോടും ഡേസിൻ്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. ഞങ്ങൾ 2 പേരെ അവിടെ ചെന്നു. പോലീസുകാർ അനവധി തവണ പറഞ്ഞു ഉണ്ടാതിരിക്കും. ഇയാളോട് പോലീസുകാരൻ ചോദിക്കണം, ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സെന്ററാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചെല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമി സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനം അനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന, ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തിയെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിൽ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും. നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനം ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹദർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കൾ നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടി കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണമെന്നല്ല പറഞ്ഞത്. ഇനി ഞാൻ ബാലുശ്ശേരി ഉസ്താദിന്റെ സംസാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ സംസാരത്തിലേക്ക് വരാം. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കേട്ടില്ലേ? എൻ്റെ നിരീക്ഷണം എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ പഠനത്തിലും ഗവേഷണത്തിലും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇതൊരു ചർച്ചയാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഈ ചർച്ചയുടെ അനന്തരഫലം എന്താ? നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾക്ക് പോലും കോട്ടം തെറ്റുകയാണ്. സമസ്തയുടെ ആദർശം എന്താണ്? സമസ്തയുടെ വിശ്വാസം എന്താണ്? സമസ്തയുടെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശങ്ങൾ എന്താണ്? നിങ്ങളാൽ പറയിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ബാലുശ്ശേരി പറഞ്ഞ വാചകം പരിശോധിക്കുകയാണെങ്കിൽ സമസ്തയുടെ ആദർശത്തിൽ ഒന്നാമത്തത് വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ചുക്കും ചുണ്ണാമ്പും എല്ലാം അള്ളാഹുവാണ് എന്ന വാദം സമസ്തയ്ക്കുണ്ട്. ഇനിയോ അടിമ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരും എന്ന് പറയുന്ന ഹുലൂലുൽ ഇത്തിഹാദ് എന്ന് പറയുന്ന വാദം സമസ്തയ്ക്കില്ലേ? നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ മറുപടി പറയണം. വലിയ കാര്യമായിട്ട് ഈ വീഡിയോയുടെ അവസാനത്തിലൊക്കെ ബാലുശ്ശേരിയോട് ചോദിക്കുന്നുണ്ട്, അടുത്ത പ്രഭാഷണത്തിലെങ്കിലും നിങ്ങൾ മറുപടി പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം മുമ്പ് നിങ്ങൾ ഇതിനു മറുപടി പറയണം. ഈ വാദം അദ്ദേഹം പറഞ്ഞപ്പോൾ അതുമായി ശരിവെക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സമസ്തയ്ക്കുള്ളിലുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില സംസാരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അള്ളാഹു എല്ലായിടത്തുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്, നിങ്ങളുടെ വാദമാണ്. രണ്ടാമത്തത് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഹുലൂലുൽ ഇത്തിഹാദ് എന്ന് പറയുന്ന വാദമുണ്ട്. ഇനി മൂന്നാമത്തതോ, ഇപ്പോഴുള്ള ചർച്ചകളൊക്കെ എന്താണ്? അതിന് വഴിയൊരുക്കിയ AP ഉസ്താദ് വരെ അതിന് കാരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ CMന്റെ വിഷയത്തിൽ ഇന്ന് സമസ്തയുടെ ഒരു വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. ലോകം നിയന്ത്രിക്കുന്നതാരാ? അതിന് ആയത്തോതി, CM ആണെന്ന ആയത്തോതി ആരാ ഓതിയത്? AP അബൂബക്കർ മുസ്ലിയാർ ഓതി. ലോകം നിയന്ത്രിക്കുന്നത് CM ആണ്. പകര ഏറ്റുപിടിച്ചു. പകര പറയട്ടെ, ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. കേട്ടല്ലോ അൻസാരി സുഹരി. ഇനി മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വരികളിലൂടെ ഒന്ന് പോയാലോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, മക്കയിലെ മുശ്രിക്കുകളോട് ആരാണ് ആകാശ ലോകത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാര് എന്ന് ചോദിച്ചാൽ, ലോകം നിയന്ത്രിക്കുന്നത് വമയ്യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാര് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, വിശ്വാസികളോടൊന്നല്ല, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. എന്നാൽ ഇവിടെ സമസ്തയുടെ വിശ്വാസം എന്താണ്? ആ മുശ്രിക്കുകളെക്കാൾ അതിവാദമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലയല്ല, മഹാന്മാരാണ്, അതിൽ CM വലിയുള്ളയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരവും അതിന് ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിക്കുന്ന ഉസ്താദുമാരല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ഇനി തീർന്നില്ല. ഇനി ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും CM വിചാരിക്കണം, അല്ലെങ്കിൽ CM അറിയാതെ ഒരു ഇല പോലും ഈ ലോകത്തറിയില്ല, അനങ്ങുകയില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടല്ലാതെ ഒരു ഇല പോലും അതിൽ കൊഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനോളമാണ് CMന്റെ കഴിവിനെ നിങ്ങൾ ചാർത്തി വയ്ക്കുന്നത്. ഇവിടെ ഷിർക്ക് സംഭവിക്കുന്നുണ്ട്, കുഫർ സംഭവിക്കുന്നുണ്ട്. കേൾക്കാം നിങ്ങളുടെ ഉസ്താദുമാർ പറഞ്ഞു വച്ച വാദം.
അവരെ മുഹിബീങ്ങൾ, അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. കേട്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, മറഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണ്. പക്ഷേ അതേ വാദമാണ്, അതേ വിശ്വാസമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഈ CM കുറിച്ചും വച്ചു പുലർത്തുന്നത്. ഇനി തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് അതിനെ ഭദ്രമാക്കിയിരിക്കുകയാണ്. ഒരു മലക്കുകൾക്ക് പോലും കാണാനോ അറിയാനോ സാധിക്കില്ല. ആ ലൗഹുൽ മഹ്ഫൂദ് പോലും ആര് കണ്ടിട്ടുണ്ട്, ആരറിയുന്നു എന്നാണ്, CM അറിയുന്നു എന്നാണ് ഇവിടെ സമസ്തക്കാരുടെ വിശ്വാസം. നമുക്ക് കേൾക്കാം പകരയുടെ സംസാരം. ഹദ്റത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ്, അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്. ഇതുപോലെ തന്നെ അർഷും കുർസിയും എല്ലാം നിയന്ത്രിക്കുന്നവൻ, രാജാക്കന്മാരുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് CM മടവൂരിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ചില വാചകങ്ങളും പാട്ടുകളും പ്രസംഗങ്ങളും AP-യുടെയും അവരുടെ അനുയായികളുടെയും അവരുടെ ഉസ്താദുമാരുടെയും സമസ്തയുടെ ഉസ്താദുമാരുടെയും പ്രസംഗങ്ങളും പാട്ടുകളും എഴുത്തുകളും നമുക്ക് വായിക്കാൻ കഴിയും. ഇന്നും സോഷ്യൽ മീഡിയകളിൽ തപ്പിയാൽ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾക്കില്ലാത്ത വിശ്വാസമാണ്, അവരെക്കാൾ അതിവാദമാണ് സമസ്തയ്ക്കുന്നുള്ളത് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാ? എന്താണ് ഇതിൻ്റെ പ്രമാണം? ഒരു പ്രമാണവും ഇല്ല. നിങ്ങളുടെ ഉസ്താദുമാർ കെട്ടിച്ചമച്ച വളച്ചൊടിച്ച ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്നതിന് പകരം സലഫുകൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്ത് തിരിഞ്ഞിട്ടില്ലാത്ത, സ്വഹാബത്തിന് മനസ്സിലാകാത്ത ഒരു മാർഗത്തിലൂടെ അതിനെ വളച്ചൊടിച്ച്, അതിനെ ദുർവ്യാഖ്യാനിച്ച്, അതിന് ഇല്ലാത്ത അർത്ഥമുണ്ടാക്കി, അതിനെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് അവരുടെ തെളിവുകളായി അവർ സമർത്ഥിക്കുകയാണ്. എന്നിട്ടോ ഈ CM മാരാ? ഈ CM ഇന്നും ലോകം നിയന്ത്രിക്കുന്നു, റൂഹിനെ നിയന്ത്രിക്കുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്തും ആത്മീയമായ നിയന്ത്രണങ്ങൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നിങ്ങളുടെ ഉസ്താദായ AP ഉസ്താദാണ്. കേട്ടു നോക്കി നിങ്ങൾ. മരണപ്പെട്ടു പോയതിന് ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. കേട്ടില്ലേ? ആത്മീയമായി നിയന്ത്രിച്ചിരുന്നവർ, വലിയ മഹാൻ. ആരാ? നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, സിഗരറ്റും വലിച്ച് ജീവിച്ചവൻ, വലിയ മഹാൻ, ഔലിയ. എന്നിട്ട് അവരെ അനുസ്മരിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ് പോലും. വാജിബാണെങ്കിൽ പിന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കണ്ടേ? വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവ് വേണ്ടേ? പ്രവാചകൻ പഠിപ്പിക്കണ്ടേ? വാജിബാണ് പോലും. എന്ത് വാജിബാണ്? നീ അവിടെ തീർന്നോ? ഇത്തരം ഔലിയാക്കന്മാരും നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, ഇസ്ലാമിൻ്റെ യാതൊരു നിലക്കുമുള്ള ലക്ഷണങ്ങളും ജീവിതത്തിലില്ലാത്ത മനുഷ്യന്മാർ അവരെന്താണെന്നാണ് പറയുന്നത്? എല്ലാം കാണും, എല്ലാം കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം, വേറൊരു ഉസ്താദിൻ്റെ സംസാരമുണ്ട്, നിങ്ങൾ കേട്ടി നോക്കി. ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും ഗുരുതരമായ വാദമാണിത്. പടച്ചവൻ തന്നെയാണ് എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാനെ പോലെ ഒന്നുമില്ല എന്നാണ്. അള്ളാനെ പോലെ എന്നല്ല ഇവിടെ പറഞ്ഞത്, അള്ള തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നതാണ്. എത്ര വലിയ ഗുരുതരമായ വാദമാണ് ഈ ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ ഫിർഔനിനേക്കാളും ഹാമാനിനേക്കാളുമെല്ലാം വലിയ കടുത്ത വാദമല്ലേ ഇവിടെ പറഞ്ഞത്?
ഇനി നിങ്ങൾ പറഞ്ഞ സംസാരത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ചിലത് പൊളിക്കാനുണ്ട്. സമസ്തയുടെ ആദർശമെന്ത്, അതിവാദമെന്ത്, ഷിർക്കും കുഫറും എവിടെ എത്തി നിൽക്കുന്നു എന്നെനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ സംസാരം ഇത് നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. ഈ സമസ്തയുടെ ഈ ആദർശം ഇത്രയും വികലമായതാണ് എന്നും കുഫർ നിറഞ്ഞതാണെന്നും ഷിർക്ക് നിറഞ്ഞതാണെന്നും മറ്റു ഇതര സമുദായത്തിലൊന്നുമില്ലാത്ത എല്ലാ ഷിർക്കും കുഫറും നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് എന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറക്കം നടിക്കുകയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണാനും കേൾക്കാനും അറിയാനും കഴിയുന്ന CM മടവൂരിനെയാണ് ലോകത്ത് പരിചയപ്പെടുത്തുന്നത് സമസ്തക്കാർ. ആ CM അള്ളയാണ് എന്നും അനല്ല എന്ന് പറഞ്ഞു പോലും. ലോകത്ത് ഫിർഔൻ കഴിഞ്ഞാൽ പിന്നെ അനല്ല, ഞാൻ തന്നെയാണ് അല്ല എന്ന് പറഞ്ഞത് ഈ CM മടവൂരാണ്. ആ CM മടവൂരിനെയാണ് പൊക്കിപ്പിടിച്ച് വലിയ ഔലിയപ്പാപ്പയായി കൊണ്ട് നടക്കുന്നത്. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിച്ചാൽ അതെ CM ആണ് എന്ന് പറയുമത്രേ. നിങ്ങൾ പാടിയ പാട്ടല്ലേ, നിങ്ങളുടെ സമസ്തയിലുള്ള ആളുകൾ പാടിയ പാട്ടല്ലേ. അപ്പൊ അവസാനം വന്ന പാട്ടെന്താ? ആ പാട്ടുകൂടി നമുക്കൊന്ന് കേൾക്കാം. അലമാകെ പോറ്റിടും അർശിന്റെ നാദനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വരും പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വരും. കണ്ടില്ലേ, എത്ര വലിയ ഗൗരവമേറിയ വാക്കുകളും വരികളുമാണ് അവർ പറയുന്നത്. സഹോദരന്മാരെ, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരെ, നിങ്ങൾ സമസ്ത എന്ന ഷിർക്കിൻ്റെ കൂടാരത്തിൽ നിന്ന് സുന്നത്തിൻ്റെ കപ്പലായ സലഫിസത്തിലേക്ക്, മുൻഗാമികളുടെ പാതയിലേക്ക്, സഹാബത്തിൻ്റെ മാർഗത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇവിടെ അൻസാരി സുഹരി പറഞ്ഞ ചില വാചകങ്ങൾ കൂടി ഞാനിവിടെ തിരിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹം പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരിയുടെ സംസാരം എന്നുള്ളത് ഫിർഔനേക്കാളും ഹാമാനേക്കാളും വലിയ ഷിർക്കാണ് സമസ്തക്കാർ ചെയ്യുന്നത് എന്ന ഒരു സംസാരമാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന രൂപത്തിൽ അദ്ദേഹം പിന്നെ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഫിർഔനിൻ്റെ അവസാന നിമിഷങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദ്യം അൻസാരി സുഹരി പറഞ്ഞ ആ വാചകത്തിലേക്ക് വരാം, എന്നിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലേക്ക് തിരിച്ചു മടങ്ങാം. ഫിറൂനേക്കാളും ഹാമാനേക്കാളും കാറൂനേക്കാളും ഒക്കെ കുഫർ കനം തൂങ്ങുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കന്മാരുടെതാണ്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ സമൂഹത്തിനെ പഠിപ്പിച്ചതെന്താ? അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാർ സമൂഹത്തിനെ പഠിപ്പിച്ചതെന്താ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അത് നിങ്ങളുടെ സംസാരത്തിൽ വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉസ്താദുമാർ പറഞ്ഞതെന്താ? മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ? ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരെ ഉണ്ടാവുള്ളൂ? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ ഫീഡിച്ചവർ ഏതും ഫേടിക്കേണ്ട, എന്നെ ഫിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ല നിങ്ങളുടെ സമസ്ത പഠിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ സമസ്തയ്ക്കുള്ളിലുള്ള സംസാരം നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. പ്രവാചകൻ അത് പഠിപ്പിച്ചു. പക്ഷെ ആ പറഞ്ഞ വാചകം എങ്ങനെയായിരിക്കണം എന്നതുകൂടി പഠിപ്പിച്ചു. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ സമസ്ത മതം പഠിപ്പിക്കുന്നത് മരണസമയത്തും CMനെ വിളിച്ചുകൊണ്ട് മരിക്കണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. മാത്രല്ല, ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഫിർഔനിനേക്കാളും ഹാമാനേക്കാളും വലിയ ഷിർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന ആരോപണമാണ് മുജാഹിദ് ബാലുശ്ശേരി പറയണമെന്നല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂനിസിൻ്റെ 90-ാമത്തെ വചനം ഒന്ന് പരിശോധിക്കാം. ആ 90-ാമത്തെ വചനത്തിൽ ഫിർഔനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫിർഔനും കൂട്ടരും മൂസ അലൈഹിസ്സലാമിനെയും കൂട്ടരെയും നശിപ്പിക്കാൻ വേണ്ടി ചെങ്കടലിൻ്റെ അവിടെ എത്തി. അവസാനം ചെങ്കടൽ പിളർന്ന് മൂസ അലൈഹിസ്സലാമും വിശ്വാസികളും രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട വഴിയിലൂടെ ഫിർഔനും കൂട്ടരും കടന്നു കയറിയപ്പോൾ അവിടെ
തിരമാലകളാൽ ആ വെള്ളം വഴിയടച്ച് അവരെ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഫിർഔൻ എന്താ പറഞ്ഞത്? CM എന്ന് വിളിച്ചതാണോ? അല്ലെങ്കിൽ അപ്പോഴും ഞാൻ തന്നെയാണ് റബ്ബുൽ അല എന്ന് പറഞ്ഞതാണോ? അല്ല, അതുവരെ അന റബ്ബുക്കുമുല്ല അല എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരം നടിച്ച് വലിയ ശിർക്കിലും കുഫറിലും കഴിഞ്ഞ വ്യക്തി അവസാനം പറഞ്ഞെന്നറിയോ? ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. കണ്ടോ, മരണസമയത്ത് പോലും അവിടെ ഫിർഔൻ പറഞ്ഞത് എന്താ? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബനു ഇസ്രായേലിൻ്റെ വിശ്വാസം എന്താണോ അതേ വിശ്വാസത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഇനി സുഹരിയുടെ വലിയ ആശങ്ക എന്നറിയോ? ആ ആശങ്കയിലേക്ക് നമുക്ക് കാതുകൾ കോർപ്പിക്കാം. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ മുവഹിദായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലനമാണ് അയാൾക്ക് അയാൾ അന്ത്യനിമിഷം കെലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ കെലിമ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അല്ല ഏത് തരം, നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ, ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചൊല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനേക്ക് സൂചിപ്പിക്കുന്നതാണ്. 87-ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്ര മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്ര മൗലവി മരണപ്പെടുന്ന സന്ദർഭം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. 100 കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദ ചൊല്ലാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സംഭവമാക്കിയ ഒരു ചോദ്യം അദ്ദേഹം അവതരിപ്പിച്ചു. മുജാഹിദ് ബാലുശ്ശേരി മറുപടി പറയണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങളൊന്ന് വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിച്ചൂടെ? ആ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ആഴത്തിലേക്ക് അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തു യൂനുസിലെ 90-ാമത്തെ ആയത്ത് മാത്രം മതി നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി. നിങ്ങളുടെ ആശങ്ക എന്താ? നിങ്ങളുടെ ഈ നേതാക്കന്മാർ മൗലൂദും മാല മൗലൂദുകളൊക്കെ ചൊല്ലുന്ന ശിർക്കൻ വിശ്വാസം വച്ചു പുലർത്തുന്നവർ മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവർ നരകത്തിലാണോ എന്ന ചോദ്യമാണ് ഇവിടെ വലിയ സംഭവമായിട്ട് ഇവിടെ ചോദിക്കുന്നത്. അന റബ്ബുക്കുമുല്ല അല എന്ന് പറഞ്ഞ ഫിർഔൻ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചോദ്യം നമുക്ക് കേൾക്കാം, കേട്ടിട്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഒരാളങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചു എന്നുള്ളതല്ലേ? അപ്പോൾ രണ്ടാമത്തൊരു ചോദ്യം, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നല്ലേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫിർഔൻ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ വാദിച്ചൊരു കൂട്ടർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കടലിൽ മുക്കി ശുദ്ധീകരിച്ചതാണ്, അങ്ങനെ മരണപ്പെട്ടതാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല, ഇസ്ലാമിലില്ല, വിശ്വാസികൾക്ക് പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ വാദപ്രകാരമാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞു എന്നത് മുവഹിദായി ജീവിച്ചു എന്നതിനുള്ള ഉദാഹരണമാണെങ്കിൽ ഫിർഔന്റെ വിഷയത്തിൽ എന്താണ് എന്നത് നിങ്ങൾ മറുപടി പറയണം. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അല്ല, ഇതിനപ്പുറം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഈ വാചകത്തിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അഥവാ മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമ ചൊല്ലാം, സവാബും ഇഖാബും ഒക്കെ അള്ളാഹു തആല പിന്നീട് നിശ്ചയിക്കും എന്നുള്ളതാണോ ഈ പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനം? അപ്പോൾ അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനു മുമ്പ് സുഹരി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിടത്തെല്ലാം ചില ഷർത്തുകൾ വച്ചിട്ടുണ്ട്. എന്തെന്നറിയണ്ടേ? ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട്, അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും 13 വർഷക്കാലം പ്രബോധനം ചെയ്ത പ്രവാചകനോട് വീണ്ടും അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണെന്ന്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് നബിയെ താങ്കൾ അറിയണം. അപ്പോൾ ആ അറിയൽ എന്താ? അത് ആഴത്തിലുള്ള അറിവാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചുള്ള അറിവാണ്. തീർന്നില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ മിൻ ഖൽബിഹി
ദഖലൽ ജന്ന. സത്യസന്ധമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ താരാട്ട് പാടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടാറുണ്ട്. യേശുദാസ് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷർത്ത് വെച്ചിട്ടുള്ളത്. എന്ത്? സാദിഖൻ മിൻ ഖൽബിഹി, സത്യസന്ധമായിക്കൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. വീണ്ടും പറഞ്ഞു ഖാലിസൻ, നിഷ്കളങ്കമായിക്കൊണ്ട് നിഷ്കപടമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതുപോലെ തന്നെ പൂർണ്ണമായും റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുസൃതമായിക്കൊണ്ടുള്ള ജീവിതം അവൻ തുടർത്തി കൊണ്ടുപോകണം. ഇങ്ങനെ തുടങ്ങിയുള്ള ഷർത്തുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണെങ്കിൽ എല്ലാ താക്കോലുകൾക്കും അതിൻ്റേതായ പല്ലുകളുണ്ട് എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പല്ലുകളുണ്ട്. ആ പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഷർത്തുകളാണ്. 7 ഷർത്തുകൾ അല്ലെങ്കിൽ 8 ഷർത്തുകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചു. ആ 7 ഷർത്തുകൾ പൂർത്തീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരമുള്ളൂ എന്നാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അതങ്ങനെയല്ല എങ്കിൽ പിന്നെ ഫിർഔനും സ്വർഗത്തിൽ പോകണ്ടേ? നിങ്ങളുടെ വാദപ്രകാരം ഫിർഔൻ സ്വർഗത്തിലാണെന്നാണല്ലോ. എങ്കിൽ നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ വാദപ്രകാരം അവസാനം നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തി മുവഹിദാണ് എന്നും അയാൾ സ്വർഗത്തിൽ പോകുമെന്നുമാണ് എങ്കിൽ വേറെ ഷർത്തുകളൊന്നുമില്ലാതെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അവൻ്റെ മുൻകാല ജീവിതങ്ങളൊന്നും പരിഗണിക്കുകയില്ല എന്നാണെങ്കിൽ ഫിർഔനും സ്വർഗത്തിൽ പോകണ്ടേ? ഫിർഔനും മുവഹിദല്ലേ? നിങ്ങൾ മറുപടി പറയണം. ഏതായാലും അൻസാരി സുഹരി ഇത് ചോദിച്ചു വാങ്ങിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് നിഷ്കളങ്കമായി ഇവിടെ അൻസാരിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ മറ്റു വിഷയങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സഹിഷ്ണുതയും അതുപോലെ തന്നെ നീതിബോധവുമെല്ലാം ഈ ഒരു വിഷയം കൂടി ചെയ്യുമ്പോൾ പാലിക്കണമായിരുന്നു. ഒരിക്കലും ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോടുള്ള ഒരു അമർഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോടുള്ള ഒരു അമർഷം ഇങ്ങനെ തീർക്കരുത് എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ സത്യസന്ധമായി നിലകൊള്ളണം. നിങ്ങൾ സമൂഹത്തിന് ഉപകരിക്കുന്ന ഇസ്ലാമിനെ കരിവാരിച്ച് തേക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങളുടെ ദൗത്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. അതിൽ സപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയരുത് എന്നാണ്. ഇത്തരം ആലോചിക്കാതെ ചിന്തിക്കാതെ ഒരു വിഷയത്തിൽ എടുത്തുചാടി ഒരു വീഡിയോ ചെയ്യാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കു തന്നെയാണ് നേട്ടം. മാത്രമല്ല അത് പരലോകത്തേക്കും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഈ പഴകിപ്പുളിച്ച ആരോപണം നിങ്ങൾ വീണ്ടും എടുത്തു കൊണ്ടുവന്നില്ലേ? മദ്രസയിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ചു കൊല്ലണം എന്ന് മുജാഹിദ് ബാലുശ്ശേരി എവിടെ പറഞ്ഞു? കട്ടുമുറിച്ച ക്ലിപ്പല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് സാക്ഷിയാക്കാൻ സാധിക്കുകയില്ല സുഹരി. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായത്തെ തിരുത്തുകയും നിങ്ങളുടെ ഈ പ്രസ്താവനയെ തിരുത്തുകയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആദർശമുള്ള ആളുകളെ, നേരത്തെ മുകളിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ പല വിഷയങ്ങളും, ആ വിഷയങ്ങളിൽ നിങ്ങൾ സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു നീക്കാൻ നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യുന്നതിനെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടിയാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ മാന്യരായ ശ്രോതാക്കളോട് പറയാനുള്ളത്, സത്യത്തെ കൃത്യമായി ഗ്രഹിച്ച് പഠിച്ചും മനസ്സിലാക്കിയും മനനം ചെയ്തും സത്യത്തിനോടൊപ്പം നിൽക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ, ഏതെങ്കിലും ഒരു മുറിക്ലിപ്പ് കിട്ടി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരാളെയും വിലയിരുത്താൻ പാടില്ല എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ആളുകൾ മാറി തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് ചില പ്രസംഗങ്ങളും ഇത്തരം വീഡിയോകളുമെല്ലാം ചെയ്യുന്നത്. മുജാഹിദ് ബാലുശ്ശേരി അവർകൾ പോലും ആ വിഷയത്തിൽ അത്രയും നസീഹത്തോടു കൂടി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരത്തെയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ഈ ഷിർക്കെല്ലാം ഒഴിവാക്കി ഈ ഇസ്ലാമിലേക്ക് ശരിയായ തനതായ ആദർശത്തിലേക്ക് കടന്നു വരണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ചില വിഷയങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നതു മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.